ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ആർ.കെ. ചെസ് അക്കാദമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വളരെ മികച്ച ഒരു പസിലും കൂടി കൊണ്ടാണ് ഞാൻ ഇന്നും വന്നിരിക്കുന്നത്. ഒരുപാട് പേര് പസിൽസ് നമ്മൾ അപ്ലോഡ് ചെയ്യുമ്പോൾ നല്ല അഭിപ്രായങ്ങൾ നൽകുന്നു. ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ ഇന്നും ഞാൻ വന്നിരിക്കുന്നത് ഒരു വണ്ടർഫുൾ മെയ്റ്റ് ഇൻ 2 പസിലും കൊണ്ടാണ്. ഓക്കെ ഗൈസ്, അപ്പോൾ ഞാൻ ഒട്ടും സമയം കളയുന്നില്ല. ചെറിയ വീഡിയോ ആയിരിക്കും ഇത്. ഞാൻ പൊസിഷൻ പറയാം. വൈറ്റ് കിങ് H4, വൈറ്റ് ക്വീൻ A4, വൈറ്റിനൊരു റൂക്ക് ഉണ്ട്, റൂക്ക് B6, ഒരു നൈറ്റ് ഉണ്ട്, നൈറ്റ് D7. പിന്നെ പീസസ് ഒന്നുമില്ല. ഇത്രയും പീസസാണ് വൈറ്റിനുള്ളത്. ബ്ലാക്ക് കിങ് A8, ബ്ലാക്ക് ബിഷപ്പ് C8, ബ്ലാക്കിന് 3 പോൺ ഉണ്ട്, പോൺ A7, പോൺ B7, പോൺ C7. ഈ ഒരു പൊസിഷനിൽ വൈറ്റ് പ്ലേ, വൈറ്റ് വിൻ. ഇങ്ങനെയുണ്ട് ഈ പൊസിഷൻ. നിങ്ങളൊന്ന് ജസ്റ്റ് ആലോചിച്ച് നോക്കൂ, ആൻസർ കിട്ടുന്നുണ്ടോ എന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നമുക്ക് എന്നിട്ട് സൊല്യൂഷനിലോട്ട് പോകാം ഗൈസ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും. ഇവിടെ B7 പോൺ ഉണ്ടായിരുന്നില്ല എങ്കിൽ നമുക്ക് റൂക്ക് B8 ചെക്ക് കൊടുത്താൽ ഇപ്പം തന്നെ ചെക്ക് മീറ്റ് കിട്ടില്ലേ. അപ്പോൾ ആ ഒരു തിയറിയിലോട്ട്, ആ ഒരു ഐഡിയയിലോട്ട് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടുത്തെ മൂവ്മെൻറ്റ് വരുന്നത്. വളരെ ടാക്ടിക്കൽ ആൻഡ് സൂപ്പർ ആയിട്ടുള്ള ഒരു മൂവ്മെൻറ്റാണ് ഈ ഒരു പൊസിഷനിലുള്ളത്. ഇവിടെ കളിക്കുന്ന മൂവ്മെൻറ്റ് വൈറ്റ് പ്ലേ. നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അവസാനം ജസ്റ്റ് കമൻറ്റ് ചെയ്യണേ. വൈറ്റ് പ്ലേ ക്വീൻ C6. ഇതാണ് ഇവിടുത്തെ മൂവ്മെൻറ്റ് എന്ന് പറയുന്നത്. വണ്ടർഫുൾ ആയിട്ടുള്ളൊരു മൂവ്മെൻ്റ് ആണ്. ഇവിടെ ആ ഒരു B7 പോണിനെ പിൻ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ബ്ലാക്കിന് എന്ത് ചെയ്യാൻ പറ്റില്ല, ആ B7 പോണിനെ മൂവ് ചെയ്യാൻ പറ്റില്ല. ഇവിടെ ബ്ലാക്കിന് കിങ്ങിനെയും മൂവ് ചെയ്യാൻ പറ്റില്ല. ഇവിടെ ബ്ലാക്കിനെ സംബന്ധിച്ചിടത്തോളം ബ്ലാക്കിന് 3 ഓപ്ഷൻസ് ആണുള്ളത്. C7 ഉപയോഗിച്ച് B6 റൂക്കിനെ വെട്ടിയെടുക്കുക, A7 ഉപയോഗിച്ച് B6 റൂക്കിനെ വെട്ടിയെടുക്കുക, ബിഷപ്പ് ഉപയോഗിച്ച് നൈറ്റിനെ വെട്ടിയെടുക്കുക. ഇത്രയും ഓപ്ഷൻസ് ആണുള്ളത്. ഇവിടെ ഏത് കളിച്ചാലും നമുക്ക് ഈ ഒരു പൊസിഷനിൽ വിന്നിങ് കിട്ടും. ഇവിടെ C7 പോണ് കൊണ്ട് B6 റൂക്കിനെ വെട്ടിയെടുത്താൽ ക്യൂൻ ഇൻറ്റു C8 ബിഷപ്പ് ചെക്ക്മേറ്റ് ആണ്. അതുപോലെ തന്നെ A7 പോൺ കൊണ്ട് B6 റൂക്കിനെ വെട്ടിയെടുത്താൽ ക്വീൻ വീണ്ടും ബാക്ക് A4 തന്നെ വന്ന് ചെക്ക് കൊടുക്കുമ്പോൾ അപ്പോൾ തന്നെ ചെക്ക്മേറ്റ് ആകും. ഇനി ബിഷപ്പ് ഉപയോഗിച്ച് നൈറ്റിനെ വെട്ടിയെടുത്താൽ ക്വീൻ ഇൻറ്റു B7 ചെക്ക് കൊടുക്കുമ്പോൾ അതും ചെക്ക്മേറ്റ് ആവും. ഇവിടെ ക്വീൻ C6 കളിക്കുമ്പോൾ B7 പോൺ ഇൻറ്റു C6 ക്വീൻ വെട്ടിയെടുത്താൽ ക്വീൻ B8 ചെക്ക് കൊടുക്കുമ്പോഴും ചെക്ക്മേറ്റ് ആവും. ഇവിടെ നമ്മൾ ആദ്യം തന്നെ ക്വീൻ B8 എത്തിച്ചാൽ, റൂക്ക് B8 ആണ്. ക്വീൻ C6 B7 ഇൻറ്റു C6 ക്വീനിനെ വെട്ടിയെടുക്കുമ്പോൾ റൂക്ക് B8 ചെക്ക്മേറ്റ് ആണ്. ഈ ഒരു റൂക്ക് B8 എന്ന് പറയുന്ന മൂവ്മെൻറ്റ് ആദ്യം തന്നെ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇവിടെ ക്വീനിനെ സാക്രിഫൈസ് ചെയ്യുന്നത്. എങ്ങനെ ഉണ്ടായിരുന്നു ഈ ഒരു പസിൽ എന്നുള്ളത് കമൻറ്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം.